അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവന് ഇറാനിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന ഇസ്രായേലിൻ്റെ രഹസ്യ മുന്നറിയിപ്പുകളും അതിനെ തുടർന്ന് അമേരിക്കയിലുണ്ടായ സുരക്ഷാ നടപടികളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കയ്ക്ക് നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകുകയായിരുന്നു. എന്നാൽ തുർക്കിയിൽ വെച്ച് യാത്രയിൽ രഹസ്യമായ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിന് മുൻപ് പോലും ഇത്തരം ഭീഷണികൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ അമേരിക്കൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നിലവിലുള്ള ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനും രണ്ട് മുൻ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചില സന്ദർഭങ്ങളിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കൈമാറുകയും ചെയ്ത മുന്നറിയിപ്പുകൾ അതീവ ഗൗരവമുള്ളതായിരുന്നു. ട്രംപിനെ ഒരു സ്നൈപ്പർ ഉപയോഗിച്ച് വെടിവയ്ക്കുകയോ അല്ലെങ്കിൽ വലിയ പൊതുപരിപാടികൾക്കിടയിൽ ആരെങ്കിലും കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയോ ചെയ്യുമെന്ന സാധ്യതയുള്ള ഗൂഢാലോചനകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് മുന്നോടിയായാണ് ഇത്തരം സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. തുടർന്ന് ഫെബ്രുവരിയിൽ ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ ഭീഷണികൾ കൂടുതൽ ശക്തമായി തീരുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഏറ്റവും വിശദമായ ഒരു മുന്നറിയിപ്പ് ലഭിച്ചത്. ഉച്ചകോടിക്കായി എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് യാത്ര ചെയ്യുന്നതിനിടെ തോളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് ഇറാൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചേക്കുമെന്നൊരു രഹസ്യാന്വേഷണ വിവരമാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വൈറ്റ് ഹൗസിനെ അറിയിച്ചത്. 2020 ഇറാനിയൻ മിലിറ്ററി കമാൻഡർ ഖാസിം സുലൈമാനിയെ ട്രംപ് വധിച്ചതിന് പ്രതികാരം ചെയ്യാനാണ് ടെഹ്റാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പ്രാരംഭ വിലയിരുത്തലുണ്ടായത്. എന്നാൽ കഴിഞ്ഞ വർഷം ആദ്യം മുതൽ ഇസ്രായേൽ നൽകിയ ഈ ഭീഷണികളിൽ പലതും സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ അമേരിക്കൻ ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല. നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ട്രംപിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദത്തെ സാധൂകരിക്കുന്ന യാതൊരു തെളിവും തുർക്കി ഇൻ്റലിജൻസ് ഏജൻസികളുടെ പക്കലില്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആതിഥേയ രാജ്യമായ തുർക്കി അമേരിക്കക്കാരുമായി പങ്കുവച്ച വിലയിരുത്തലും ഇതുതന്നെയായിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായ പരിശോധനകളുടെയും സ്ഥിരീകരണങ്ങളുടെയും അഭാവമുണ്ടായെങ്കിലും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും സീക്രട്ട് സർവീസും യാതൊരുവിധ മുൻകരുതലുകളും വിട്ടുവീഴ്ച ചെയ്തില്ല. തുർക്കി സന്ദർശന വേളയിൽ ട്രംപിനെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് രഹസ്യമായി മാറ്റി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള അസാധാരണമായ വഞ്ചനാപരമായ സുരക്ഷാ തന്ത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുകയുണ്ടായി. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ട്രംപ് ഭരണകൂടത്തിൻ്റെ സുപ്രധാന തീരുമാനങ്ങളെ ഇസ്രായേലി ഇൻ്റലിജൻസ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവങ്ങളെല്ലാം. അതേസമയം ഇറാൻ്റെ ഭീഷണികളെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിലയിരുത്തലുകൾക്കിടയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം ഇറാൻ സജീവമായി അണവായുധം നിർമ്മിക്കുന്നില്ല എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തിയത്. എന്നാൽ ടെഹ്റാൻ അടിയന്തര ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന ശക്തമായ വാദമാണ് ഇസ്രായേൽ നിരന്തരം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ എതിർപ്പുകൾ നിലനിന്നിട്ടും ഫെബ്രുവരിയിൽ ട്രംപ് ഇറാനിൽ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സൈനിക നടപടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പങ്കുവച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ട്രംപ് വളരെ ഗൗരവമായി പരിഗണിച്ചിരുന്നതായി റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ തങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ ആയുധമാക്കുകയാണെന്ന് ഇസ്രായേൽ എംബസി വക്താവ് പ്രതികരിച്ചു. ഇസ്രായേൽ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനെതിരെ സംശയങ്ങളുമായി ഉന്നയിക്കുന്നവർ തന്നെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ നിർണായക വിവരങ്ങൾ ഇസ്രായേൽ മറച്ചുവെച്ചുമെന്നും ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ വൈറ്റ് ഹൗസും CIA യും ഔദ്യോഗികമായി പ്രതികരിക്കാനും വിസമ്മതിച്ചു.